ദൈവത്തിൻ്റെ അതിപരിശുദ്ധമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവവചനമായിട്ട് ഒരുമിച്ച് വരുവാൻ ദൈവം നൽകിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡുകളിൽ വിശ്വാസം എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കിയാണ് നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ഇന്നും വിശ്വാസം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വീണ്ടും ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. അതിലേക്കായിട്ട് ഒരു വേദഭാഗത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുപോകാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇവിടെ നാം വായിക്കുന്നത് നാം രക്ഷിക്കപ്പെടുന്നത് തന്നെ വിശ്വാസം നിമിത്തമാണ്. ദൈവത്തിലുള്ള വിശ്വാസം നിമിത്തം യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ആയിട്ട് നാം സ്വീകരിക്കുന്നു. നാം സുവിശേഷം കേൾക്കുന്നു. സുവിശേഷം കേട്ട് കഴിയുമ്പോൾ കർത്താവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുന്നു. അത് വിശ്വസിക്കുന്നു. അത് മുഖാന്തരം നാം വിശ്വസിച്ച് ദൈവമക്കളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളും ആയിത്തീരുന്നു. അപ്പോൾ റോമാലേഖനം 10:17 പറയുന്നത് നമ്മളിൽ വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വരുന്നത് കേൾവിയാലാണ്. അപ്പോൾ നാം വസ്തുതകൾ കേൾക്കുകയും ദൈവം ചെയ്ത പ്രവൃത്തികൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, അത് കേൾക്കുമ്പോൾ ആ കേൾവികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കാം. നാം പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ പിറവിയിലെ കുരുടനായിരുന്ന ഒരു മനുഷ്യന് കർത്താവിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ആ മനുഷ്യൻ പിറവിയിലെ കുരുടനായിരുന്നു. ഈ പിറവിയിലെ കുരുടനാകുന്ന മനുഷ്യൻ അവന് സൗഖ്യം ലഭിച്ചത് അവനിൽ ഉണ്ടായ വിശ്വാസമാണ്. കാരണം അവൻ പിറവിയിലെ കുരുടനായതുകൊണ്ട് അവനൊന്നും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവന് ഈ കർത്താവിനെക്കുറിച്ചുള്ള വിശ്വാസം ഉണ്ടായത്? മറ്റുള്ളവർ പറയുന്നത് കേട്ട് യേശു സൗഖ്യം കൊടുക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ അടുത്ത് എന്നാൽ നമ്മുടെ സകല വിഷയങ്ങൾക്കും പരിഹാരമുണ്ട് എന്നത് പലരിൽ നിന്നും കേട്ട് ആ കേൾവികളൊക്കെയും തൻ്റെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിച്ചു. അപ്പോൾ വിശ്വാസം വരുന്നത് കേൾവിയാണ്. അപ്പം നമുക്ക് വിശ്വാസം കൂടുതൽ വരണമെങ്കിൽ നാം കേൾക്കുകയും അപ്പോൾ തന്നെ പുതിയ നിയമത്തിൽ വേദപുസ്തകം വായിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് വിശ്വാസം നമ്മിൽ വർദ്ധിക്കും. ദൈവം ചെയ്ത പ്രവൃത്തികളെക്കുറിച്ച് നാം വായിക്കുമ്പോൾ, പലരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ, പലരിലും ദൈവം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ നാം കേൾക്കുമ്പോൾ, ദൈവം പലരിലും സൗഖ്യമാക്കിയ ദൈവത്തിൻ്റെ വിടുതലിൻ്റെ വാർത്തകൾ, സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ അവയൊക്കെയും നമ്മുടെ ജീവിതത്തിൽ വിശ്വാസമായി പരിണമിക്കും. ആ വിശ്വാസമെല്ലാം ചെന്നെത്തുന്നത് നമ്മുടെ കർത്താവിങ്കിലേക്കാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കേൾവി നമ്മളെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. എന്നാൽ നാം വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ആത്മീയ കാര്യത്തിൽ വേണ്ട രീതിയിൽ ഇടപെടുകയോ ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തെ നമുക്ക് വളർത്തിക്കൊണ്ടുവരുവാൻ സാധ്യമല്ല. കർത്താവുമായിട്ടുള്ള നിരന്തരമാകുന്ന ബന്ധത്തിലും പ്രാർത്ഥനയിലും ആരാധനയിലും ആണ് നമ്മുടെ വിശ്വാസങ്ങൾ നമുക്ക് വളർത്തുവാൻ കഴിയുന്നത്. ഞാനിതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലാണെന്ന് തോന്നുന്നു ഒരിക്കൽ പറഞ്ഞു,
നമുക്ക് രണ്ട് തരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. തെറ്റായ വിശ്വാസമുണ്ട്, ശരിയായ വിശ്വാസമുണ്ട്. എന്നാൽ തെറ്റായ വിശ്വാസങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് നമ്മുടെ വിശ്വാസത്തെ പലപ്പോഴും തകർക്കുന്നത്, പരാജയപ്പെടുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നാം ശരിയായ വിശ്വാസത്തിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. ശരിയായ വിശ്വാസം എന്തെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വായിച്ചത് വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് കേട്ട വിശ്വാസം പിന്നെ നാം വർദ്ധിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ വിശ്വാസം വളരുന്ന ഒരു വിശ്വാസമായി തീരണം. കേട്ട വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ദൈനംദിനമാകുന്ന ജീവിതത്തിൽ നാം വചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൽ നിന്ന് കേട്ടും വചനത്തിൽ നിന്ന് കേട്ടും അനുഭവത്തിൽ കൂടിയും അത് വിശ്വാസം വളർത്തുവാൻ നമുക്ക് കഴിയണം. വിശ്വാസത്തിൻ്റെ ഒരു വളർച്ച നമുക്ക് ആവശ്യമാണ്. അങ്ങനെ വിശ്വാസത്തിൽ വളരുന്ന ഒരു ദൈവ പൈതലിൽ കൂടിയേ ദൈവത്തിന് എന്തെങ്കിലും ചെയ്തെടുക്കുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുത്ത് ഒരു രോഗിയെയും കൊണ്ട് ചെന്നു. മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാം. ചന്ദ്രരോഗം പിടിച്ച ഒരു കുട്ടിയെ അവിടെ കൊണ്ടുചെന്നു, കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. നമ്മൾ വായിക്കുന്നത്, അങ്ങനെ കൊണ്ടുചെന്ന് കഴിഞ്ഞ് ശിഷ്യന്മാർ ആ കുട്ടിക്ക് വേണ്ടി, അതിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ ആ ചന്ദ്രരോഗം ആ കുട്ടിയെ വിട്ടു മാറിയില്ല. അതിന് ശേഷം അവർ ആ കുട്ടിയായിട്ട് കർത്താവിൻ്റെ അടുത്ത് ചെന്നു. കർത്താവ് അതിന് സൗഖ്യമാക്കി. അപ്പോൾ ഈ സമയത്ത് ശിഷ്യന്മാർക്ക് ഒരു സംശയം അവിടെ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഈ കുട്ടിയിൽ ബാധിച്ചിരുന്ന അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ഈ രോഗം വിട്ടുമാറാത്തതിൻ്റെ കാരണം എന്താണ് എന്നവർക്കൊരു സംശയമുണ്ടായി. അവർ വളരെ രഹസ്യമായി കർത്താവിൻ്റെ അടുത്ത് ചെന്ന് കർത്താവിനോട് ചോദിച്ചു, യേശുവേ, ഞങ്ങൾ ആ രോഗിയെ, ആ കുട്ടിയെ സൗഖ്യമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു, പക്ഷേ സൗഖ്യമായില്ല. അതിൻ്റെ കാരണം എന്താണ് എന്ന് കർത്താവിനോട് ചോദിച്ചു. ഇവിടെ ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു വിഷയത്തെ ഒന്ന് പോയിൻ്റ് ചെയ്തതിന് ശേഷം മുൻപോട്ട് വരാം. അതായത് ഇവിടെ ശിഷ്യന്മാർ ഈ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, ഈ ചന്ദ്രരോഗം പിടിച്ച കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വിടുതൽ പ്രാപിക്കാത്തത് കൊണ്ട് അവർക്കത് എന്തുകൊണ്ടാണ് വിടുതൽ പ്രാപിക്കാതിരുന്നത് എന്ന് ഒന്ന് പുറകോട്ടിറങ്ങി ചിന്തിക്കുവാനുള്ളൊരു മനോഭാവം വന്നു. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് ഈ കൊച്ചിന് സൗഖ്യമാകാതിരുന്നത് എന്ന് അവർ ചിന്തിക്കുകയും അവർ പുറകോട്ടിറങ്ങി ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നമുക്കവിടെ കാണാം. നമ്മളൊക്കെ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വന്നാൽ നമ്മൾ വളരെ ഗൗരവമായിട്ടൊന്നും എടുക്കുകയില്ല. ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് വിടുതലൊന്നും കിട്ടിയില്ല, ഒന്നും സംഭവിച്ചില്ല, നമ്മളും ഓക്കെ അതങ്ങ് വിടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല ചെയ്തത്. അതിൻ്റെ കാരണം എന്താണ്, വിടുതൽ പ്രാപിക്കാനുള്ള കാരണം എന്താണ് എന്ന് അവർ അന്വേഷിക്കുവാനും അത് കർത്താവിനോട് തന്നെ ചോദിക്കുവാനും തയ്യാറായി. കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞൊരു പദം അവിടെയുണ്ട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ് ഈ കുട്ടിയെ സൗഖ്യമാക്കാൻ കഴിയാതിരുന്നത് എന്ന് അവിടെ പറയുവാനിടയായി. നിങ്ങളുടെ അവിശ്വാസം നിമിത്തമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ്. ആയതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ നമുക്ക് കഴിയണം.
നമ്മളെ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നത് ദൈവത്തോടുള്ള നിരന്തരമാകുന്ന സാമീപ്യ നിമിത്തവും പ്രാർത്ഥനയിലൂടെയും ദൈവജന കേൾവിയിൽ കൂടെയും ദൈവത്തോട് കൂടുതൽ അടുത്തിരിക്കുമ്പോൾ നമ്മളെ വിശ്വാസം നമുക്ക് വർദ്ധിപ്പിക്കുവാൻ കഴിയും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഈ വചനങ്ങളാൽ.